ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രോ മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാടധികം ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സും യൂട്യൂബേഴ്സും സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്സും ഒക്കെ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കോമ്പൗണ്ടിങ്ങിന്റെ ഗുണങ്ങൾ ഏറ്റവും അധികം ലഭിക്കുന്നത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണെന്നും അവർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട്. പക്ഷെ പലർക്കും കോമ്പൗണ്ടിങ് എന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും. ബാങ്ക് ഡെപ്പോസിറ്റിൽ, അതായത് നമ്മൾ ബാങ്കിലെ ഡെപ്പോസിറ്റും അത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഡെപ്പോസിറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് കോമ്പൗണ്ടിങ് അവിടെ എങ്ങനെയാ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അത് പലർക്കും അറിയാം. ബാങ്ക് ഡെപ്പോസിറ്റ്സിൽ കോമ്പൗണ്ടിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് പലർക്കും നല്ലൊരു ധാരണയുണ്ട്. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ കോമ്പൗണ്ടിങ്ങോ സ്റ്റോക്ക് മാർക്കറ്റിലോ എന്ന ഒരു സംശയം പലർക്കും ഉണ്ടായെന്ന് വരാം. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കോമ്പൗണ്ടിങ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു മാജിക് തന്നെയാണ്. കോമ്പൗണ്ടിങ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റിന് അതിന് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ നമ്മൾ നിക്ഷേപകർക്ക് കോമ്പൗണ്ടിങ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും അതിനെ മാക്സിമം നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും സ്റ്റെപ്പ് നമ്മൾ പറയാൻ പോകുന്നത് നേരത്തെ തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ലാഭം ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ്. നമുക്ക് പറ്റാവുന്ന അത്രയും നേരത്തെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുക. നമ്മുടെ കയ്യിലുള്ള തുക വളരെ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് തുക കൂട്ടി വെച്ച് നിശ്ചിതമായ ഇന്റർവെല്ലിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ ലോക പ്രശസ്തനായ ബില്യനെയർ വാരൻ ബഫറ്റിനെ കുറിച്ച് കേട്ട് കാണും. അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് $110 ബില്യൺ ആണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ 11ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. 11ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇപ്പോൾ അദ്ദേഹം $110 ബില്യൺ എന്ന ഒരു ലെവലിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ, ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ഒരുപാട് സമയം എടുക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്നിടത്തോളം നേരത്തെ വളരെ വളരെ റെഗുലർ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം തന്നെ വിഡ്രോ ചെയ്യാതെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള എക്സ്പെൻസസും വരും. പലതരത്തിലുള്ള ഒഴിച്ചുകൂടാനാവാത്ത, നമ്മൾ മുന്നിൽ കാണാത്ത പെട്ടെന്ന് വരുന്ന തരത്തിലുള്ള ചെലവുകളൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായേക്കാം. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ വേഗം വിടിയിച്ച് അതെടുത്ത് അത് ഉപയോഗിക്കുകയാണ് ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ദീർഘകാലത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ് വേണ്ടത്. എന്തുകൊണ്ടെന്നാൽ കോമ്പൗണ്ടിങ് എന്ന ഒരു കാര്യം നടക്കണമെങ്കിൽ, എന്ന ഒരു പ്രതിഭാസം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച പണത്തിന് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. നമ്മുടെ നിക്ഷേപങ്ങൾക്ക് നമ്മൾ സമയം കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ കോമ്പൗണ്ടിങ് എന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ അത്രയും എളുപ്പമാണോ എന്ന്? ചെയ്യാൻ അത്രയും എളുപ്പമല്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന അവിചാരിതമായ ചെലവുകളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് വളരെയധികം പ്ലാനിങ് വേണം. അതായത് നമ്മുടെ വരവ് ചെലവുകളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നമ്മുടെ വരവിനും ചെലവിനും ഒക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് കുറച്ച് പൈസ മിച്ചം പിടിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചിട്ടും ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടും ഒരുപാട് ക്ഷമയൊക്കെ ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം കൊയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആവുന്നത്. നമുക്ക് അതിനുവേണ്ടി സമയം കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ അപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ടിങ് ആവില്ല. നമുക്ക് അതിൽ നിന്നും വലിയ തരത്തിലുള്ള ലാഭങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ്സിനൊക്കെ തന്നെ നമുക്ക് ഇത്തരത്തിൽ സമയം കൊടുക്കാൻ സാധിച്ചാൽ, അതായത് നമുക്കൊരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് കോമ്പൗണ്ടിങ് എന്ന ഒരു കാര്യത്തിന്റെ ഗുണങ്ങളെല്ലാം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രക്രിയയിലൂടെ പണം സമ്പാദിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാവുന്നത്. എന്താന്ന് വെച്ചാൽ ഇത് വളരെ എളുപ്പമായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ ലോകത്തുള്ള എല്ലാവരും കോടീശ്വരന്മാരായാണ്. അതിനനുസരിച്ചിട്ട് ക്ഷമയും പ്ലാനിങ്ങും ഒക്കെ ഉള്ളവർ മാത്രമേ ഈ ഒരു മേഖലയിൽ സക്സസ്ഫുൾ ആവുന്നുള്ളൂ എന്നതാണ് സത്യം. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം.
നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കും ഡിവിഡൻഡും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ വിഡ്രോ ചെയ്തേക്കാം. ഇങ്ങനെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ആ ലഭിക്കുന്ന പണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ മുറിച്ച് കളഞ്ഞ ചെടികളൊക്കെ വീണ്ടും വെച്ച് പിടിപ്പിക്കുന്നത് പോലെ, അതായത് നമ്മൾ വെട്ടിക്കളഞ്ഞ മരങ്ങളൊക്കെ വീണ്ടും വെച്ച് പിടിപ്പിക്കുന്നത് പോലെ നമ്മൾ വിഡ്രോ ചെയ്ത നമ്മുടെ ഫണ്ട്സ് ഒക്കെ നമ്മൾ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യും. ഇതുവഴി നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ കിട്ടും. നമ്മുടെ വെൽത്ത് നമുക്ക് കോമ്പൗണ്ട് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലത്തേക്ക് അഥവാ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നിശ്ചിതമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റോ ഒന്നും നമുക്ക് ആരും അവിടെ പറഞ്ഞു തരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷന്റെ മുകളിലൊന്നും അല്ല നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റോക്സിൽ വരുന്ന പ്രൈസ് വേരിയേഷൻ കൊണ്ടാണ് നമ്മൾക്ക് അവിടെ വെൽത്ത് കോമ്പൗണ്ട് ആവുന്നതും അതുവഴിയാണ് നമുക്ക് ലാഭം കിട്ടുന്നതും ഒക്കെ. ഒരു ഉദാഹരണത്തിലൂടെ ഈ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി തരാം. നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു തുക 5 വർഷം കൊണ്ട് ഡബിൾ ആകും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഈ സ്റ്റോക്കിന്റെ കോമ്പൗണ്ടഡ് ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് 14.87%. അപ്പോ കോമ്പൗണ്ടഡ് ആനുവൽ റിട്ടേൺ 14.87% എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഈ സ്റ്റോക്ക് ഇത്തരത്തിലുള്ള ഒരു റിട്ടേൺ നമുക്ക് തരണം എന്നൊന്നുമില്ല. ചിലപ്പോൾ ആദ്യത്തെ 4 വർഷം ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യണം എന്ന് തന്നെ ഇല്ല, ഒരു തരത്തിലുള്ള ലാഭവും നമുക്ക് കിട്ടാതിരിക്കാം. 5ാമത്തെ വർഷമായിരിക്കും നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത ഈ ഒരു തുക ഇരട്ടിയായി മാറുന്നത്. അപ്പോ നമ്മൾ ഈ സ്റ്റോക്കിന് പെർഫോമൻസ് ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ലാഭവും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് 5 വർഷത്തിന്റെ താഴെ, അതായത് 4 വർഷത്തിനുള്ളിൽ നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അതായത് 4 വർഷം കഴിഞ്ഞാലോ, അതായത് 5 വർഷം കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് നമ്മൾ ഈ സ്റ്റോക്ക് ഒക്കെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡബിളിങ് എഫക്റ്റ് അവിടെ മിസ്സാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കണം. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ വളരെ ക്ഷമയോടെ ഇൻവെസ്റ്റ്മെന്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. വളരെ ക്ഷമയോടുകൂടി ഒരു ദീർഘകാലത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരാനുള്ള നഷ്ടങ്ങൾ, അതായത് അതിപ്പോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിന്റെ വില കുറഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന സ്റ്റോക്കിന്റെ വില ഒരുപാടധികം കൂടിയാലും നമുക്ക് നഷ്ടം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നഷ്ടങ്ങളൊക്കെ നമ്മളൊന്ന് മാനേജ് ചെയ്യുന്നതായിട്ടുണ്ട്, ഒന്ന് പരിഹരിക്കേണ്ട കാര്യമുണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്യുക? ഇത്തരത്തിലുള്ള നഷ്ടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മളൊന്ന് പരിരക്ഷിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ നിക്ഷേപങ്ങളിൽ നിന്നും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കോമ്പൗണ്ടഡ് റിട്ടേൺ ലഭിക്കുകയുള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്സിന്റെ പ്രൈസിൽ വരുന്ന വലിയ വലിയ വേരിയേഷൻസ് കോമ്പൗണ്ടിങ് എന്ന പ്രക്രിയയെ വളരെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അവിടെയാണ് നമ്മൾ ലിമിറ്റ് സെൽ ഓർഡറിന്റെയും അതുപോലെ തന്നെ സ്റ്റോപ്പ് പ്രൈസിന്റെയും ഒക്കെ ഉപയോഗം മനസ്സിലാക്കേണ്ടത്. അവ എന്താണെന്ന് ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അവിടെയാണ് നമുക്ക് ലിമിറ്റ് സെല്ലിന്റെയും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് പ്രൈസിന്റെയും ഒക്കെ ഒരു ആവശ്യം കാണുന്നത്. ഒരു ഇൻവെസ്റ്ററിന് ഒരു സ്റ്റോക്കിനെ വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ ഒരു നിശ്ചിത പ്രൈസ് എത്തുമ്പോഴേ ഈ ട്രാൻസാക്ഷൻ നടക്കാൻ പാടുള്ളൂ എന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് നമ്മൾ ലിമിറ്റ് സെല്ലിലൂടെ കൊടുക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഈ വിഷയം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തരും. ഉദാഹരണത്തിന്, നമ്മൾ വാങ്ങിച്ച സ്റ്റോക്കിന്റെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ആ വാങ്ങിയ സമയത്തുള്ള സെല്ലിംഗ് പ്രൈസിന്റെ 10% കുറഞ്ഞ ഒരു തുകയിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് 10% ലോസ് മാത്രമേ ആ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതായത് നമുക്ക് ഉണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് 10% കവിയാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതായത് നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സ്റ്റോക്കിന്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുന്നത് 9 രൂപയിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് 9 രൂപയിലാവുമ്പോൾ തന്നെ നമുക്ക് ആ ട്രാൻസാക്ഷൻ നടക്കുകയും അതിന്റെ താഴെ ആ സ്റ്റോക്ക് ഒരു കാരണവശാൽ കുറഞ്ഞു വരികയാണെങ്കിൽ, പ്രൈസ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ നടക്കാതെ പോവുകയും അങ്ങനെ നമുക്ക് ലോസിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് സ്റ്റോക്കിന്റെ പ്രൈസ് ക്രമാതീതമായി ഉയരുമ്പോൾ, അതായത് പെട്ടെന്ന് ഉയർന്നു വന്ന് കുത്തനെ താഴത്തേക്ക് പോകും, അങ്ങനെയൊക്കെ ഒരു സാധ്യതകൾ ഉണ്ടല്ലോ. ആ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ
സ്റ്റോക്സിന് ഒരുപാട് നഷ്ടമൊന്നുമില്ലാതെ നമുക്കൊരു റീസണബിൾ വിലയ്ക്ക് വിറ്റ് ലാഭം നേടാം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രൈസ് അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഒന്ന് സ്റ്റോക്ക് പ്രൈസും രണ്ടാമത്തേത് ലിമിറ്റ് പ്രൈസും. ഇനി ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സ്റ്റോക്ക് പ്രൈസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ആ സ്റ്റോക്ക് പ്രൈസോ അല്ലെങ്കിൽ അതിന്റെ താഴത്തേക്കോ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റോക്ക് വിറ്റ് പോകണം എന്നൊരു ഇൻസ്ട്രക്ഷൻ ആണ് അവിടെ കൊടുക്കുന്നത്, അവിടെ ട്രിഗർ ആവുന്നത്. ഇനി ലിമിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിൽക്കാൻ ആഗ്രഹമുള്ള ഏറ്റവും താഴ്ന്ന വിലയാണ് ലിമിറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതിലും താഴെ ഈ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കി തരാം. നമ്മൾ 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിയെന്ന് വിചാരിക്കുക. ഇതേ സ്റ്റോക്കിന്റെ വില 130 ഉയർന്നിരിക്കുന്നു. ഈ സ്റ്റോക്കിന്റെ വില ഇനിയും ഉയരും എന്നൊക്കെ നമുക്ക് ഒരു ധാരണയുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് നമ്മുടെ ഇപ്പോൾ വരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രോഫിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അതായത് സ്റ്റോക്ക് പ്രൈസും ലിമിറ്റ് പ്രൈസും നമ്മൾ സെറ്റ് ചെയ്യാണ്. സ്റ്റോക്ക് പ്രൈസ് എന്നുള്ളത് നമ്മൾ 121 ലിമിറ്റ് പ്രൈസ് എന്നുള്ളത് 120 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് പ്രൈസ് സെറ്റ് ചെയ്ത ഉടനെ ഈ സ്റ്റോക്കിന്റെ വില 121 അല്ലെങ്കിൽ അതിന്റെ താഴത്തേക്കോ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ സെല്ലിംഗ് നടക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് പ്രൈസും ലിമിറ്റ് പ്രൈസും സെറ്റ് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു സ്റ്റോക്ക് 121 അല്ലെങ്കിൽ അതിന്റെ താഴെ വരുമ്പോഴൊക്കെ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെല് ചെയ്യാനുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ ഓൾറെഡി ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ സ്റ്റോക്ക് 120 എന്നൊരു പ്രൈസിൽ മാത്രമേ ഇതിന്റെ സെല്ലിംഗ് നടക്കുള്ളൂ എന്ന് നമ്മൾ എൻഷുർ ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങിച്ച 100 രൂപയ്ക്കാണ്, നമ്മൾ 120 രൂപയ്ക്ക് ഈ സ്റ്റോക്ക് വിൽക്കുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് 20% പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് അവിടെ അഷ്യൂർഡ് ആയിട്ട് നമുക്കവിടെ വളരെ വളരെ ഉറപ്പാണ്. ആ ഒരു 20% ലാഭം നമുക്ക് ലഭിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെക്കാനാണ് നമ്മുടെ ഈ സ്റ്റോക്ക് പ്രൈസും ലിമിറ്റ് പ്രൈസും നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ സ്റ്റോക്സിന്റെ വില തകർച്ചയെയും അതുപോലെ തന്നെ സ്റ്റോക്ക് പ്രൈസ് ഒരുപാട് കൂടുമ്പോഴുള്ള ഒരു കൺഫ്യൂഷനെയൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെൽത്ത് ഒക്കെ വളരെ അധികം കോമ്പൗണ്ടിങ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് നമുക്ക് നമ്മുടെ വെൽത്ത് ഒക്കെ കോമ്പൗണ്ടഡ് ആയിട്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി അവസാനത്തെ കാര്യം, പക്ഷേ ഇതത്ര നിസ്സാരമാക്കേണ്ട കാര്യമല്ല കേട്ടോ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ക്ഷമയോടുകൂടി ഇരിക്കണം എന്നതാണ് അതിന്റെ കാര്യം. അതായത് നമുക്ക് ഒരുപാട് കാലം എടുത്തേക്കാം ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്സ് ഒക്കെ നമ്മൾ വിചാരിച്ച തരത്തിലുള്ള ഒരു ലാഭം തരാൻ വേണ്ടിയിട്ട്. അതായത് ഒരുപാട് കാലം എടുത്തേക്കാം ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്സ് ഒക്കെ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ലാഭങ്ങൾ നമുക്ക് തരാൻ വേണ്ടിയിട്ട്. വാറൻ ബഫറ്റിന്റെ കാര്യം നമ്മൾ സംസാരിച്ചല്ലോ. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് $110 ബില്യൺ ആണെന്നും പറഞ്ഞു. പക്ഷേ ഈ $110 ബില്യൺ $107 ബില്യൺ അദ്ദേഹത്തിന്റെ കൈവശം വന്നത് അദ്ദേഹത്തിന്റെ 65ാമത്തെ പിറന്നാളിന് ശേഷമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും കാലം അദ്ദേഹം ക്ഷമയോടെ വളരെ പ്ലാൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം കാത്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വലിയ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചത്. പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന കോമ്പൗണ്ടിങ് എന്ന മാജിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും. ഈ വീഡിയോ കാണുന്നതിലൂടെ ഈ മാജിക് എങ്ങനെയാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായി ഗ്രോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.